പാർവതി പരമേശ്വരന്മാർ പരസ്പരം പ്രണയലോലുപരായിരിക്കുന്ന സമയം പരശുരാമൻ മഹാദേവ സന്ദർശനത്തിനായി കൈലാസത്തിൽ ആഗതനാകുന്നു. കൈലാസത്തിൽ അന്ന് ദ്വാരപാലകനായി നിന്നിരുന്നത് ഗണപതി ഭഗവാനായിരുന്നു. ഗണപതിയെ കണ്ടിട്ടും വേണ്ടത്ര പരിഗണിക്കാതെ പരശുരാമൻ കൈലാസത്തിലേക്ക് കടക്കുവാൻ തുനിഞ്ഞതും ഗണപതി പരശുരാമനെ തടഞ്ഞു. എന്നിട്ട് ഇപ്രകാരം മൊഴിഞ്ഞു: ക്ഷമിച്ചാലും പരശുരാമ പ്രഭു, താങ്കൾക്ക് ഇപ്പോൾ ശ്രീ പരമേശ്വരൻ ദർശനം അസാധ്യമാണ്. ദയവായി അങ്ങ് മടങ്ങിപ്പോയാൽ. എന്ത്? നമ്മെ തടയുവാൻ മാത്രം ധൈര്യമോ? ശാന്തനായാലും പ്രഭു, അവിടുന്ന് ശാന്തനായാലും. ഇല്ല, നാം ഈ അപരാധം ഒരിക്കലും പൊറുക്കുകയില്ല. ഏതു സമയത്തും കൈലാസത്തിൽ പ്രവേശിക്കാനും മഹാദേവനെ സന്ദർശിക്കുവാനുമുള്ള അനുവാദം ശ്രീ പരമേശ്വരൻ തന്നെ നമുക്ക് നേരിട്ട് കൽപ്പിച്ചു നൽകിയിട്ടുള്ളതാണെന്നറിഞ്ഞാലും. അതുകൊണ്ട് ദർശനം കഴിഞ്ഞ് നാം ഇവിടെ നിന്നും മടങ്ങിപ്പോകുകയുള്ളൂ. അരുത് പ്രഭു, അങ്ങ് കാര്യമറിയാതെ വെറുതെ കോപിഷ്ഠനാകരുത്. നാം പറയുന്നത് അങ്ങ് ശാന്തനായി ശ്രമിച്ചാലും. ഇല്ല, നമുക്ക് താങ്കളെ ശ്രമിച്ചു നിന്ന് സമയം കളയേണ്ട കാര്യമില്ല. നാം ഇതാ ഇപ്പോൾ തന്നെ ഈ ക്ഷണം കൈലാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിനായക, നിനക്ക് നമ്മെ തടയാനാവുമെങ്കിൽ തടഞ്ഞുകൊള്ളുക. നമുക്ക് പരശുരാമനെ നിഷ്പ്രയാസം തടഞ്ഞു നിർത്താം. പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ആ ദിവ്യായുധം എന്റെ പിതാവായ ശ്രീ പരമേശ്വരനാൽ നൽകപ്പെട്ടതാണ് എന്ന വസ്തുത വിസ്മരിച്ചുകൂടാ. എന്നാൽ പരശുരാമന്റെ പ്രവേശനം തടയുക എന്നത് എന്റെ കർത്തവ്യം കൂടി. അത്ര ധിക്കാരമാ. എന്നാൽ കണ്ടുകൊള്ളുക.